ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. നബാർഡിനെക്കുറിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കീ പോയിന്റ്സ് മാത്രം നമുക്ക് നോക്കാം. നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ മാസം 12-നാണ്. നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡിൻ്റെ പൂർണ്ണരൂപം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ് നബാർഡ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ കൂടിയാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കും അതോടൊപ്പം ചെറുകിട വായ്പകൾക്കുള്ള ഒരു നിയന്ത്രകൻ കൂടിയാണ് നബാർഡ്. ശിവരാമൻ കമ്മിറ്റി പ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത്. ശിവരാമൻ കമ്മിറ്റി പ്രകാരമാണ്. റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരും നബാർഡിന്റെ ഓഹരി മൂലധനം തുല്യമായിട്ട് വീതിച്ചിരിക്കുന്നു. റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരും നബാർഡിന്റെ ഓഹരി മൂല്യം തുല്യമായിട്ട് വീതിച്ചിരിക്കുന്നു. സംസ്ഥാന സഹകരണ ബാങ്ക്, ഗ്രാമീൺ ബാങ്ക് എന്നിവയ്ക്ക് പുനർവായ് സഹായം നൽകുക, പരിശോധിക്കുക തുടങ്ങിയവയെല്ലാം നബാർഡിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. റിസർവ് ബാങ്കാണ് ലോക ബാങ്ക് എന്നിവയിൽ നിന്നാണ് ധനസഹായം. നബാർഡിന് ധനസഹായം ലഭിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ലോക ബാങ്കിൽ നിന്നുമാണ്. 100 കോടി രൂപ മൂലധനത്തിൽ തുടങ്ങിയ നബാർഡ് ഇപ്പോൾ പ്രവർത്തന മൂലധനം ഏകദേശം 2000 കോടി രൂപയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കാണ്. നബാർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കാണ്. ഫിനാൻഷ്യൽ ഇന്റർമീഡിയൻ കൂടിയാണ് നബാർഡ്. നബാർഡിന്റെ പ്രധാനപ്പെട്ട വന്ന വർഷം നോക്കുക, 1982 ജൂലൈ 12. ആസ്ഥാനം മുംബൈ. പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്ക്, ചെറുകിട വായ്പയുടെ നിയന്ത്രകൻ. ശിവരാമൻ കമ്മിറ്റി പ്രകാരം നിലവിൽ വന്നു. റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരിനും നബാർഡിന്റെ ഓഹരി മൂലധനം തുല്യമായിട്ട് വീതിച്ചിരിക്കുന്നു. സംസ്ഥാന സഹകരണ ബാങ്ക്, ഗ്രാമീൺ ബാങ്ക് എന്നിവയ്ക്ക് പുനർവായ്പ സഹായം നൽകുക, പരിശോധന എന്നിവയെല്ലാം നബാർഡിന്റെ ചുമതലയിൽ പെടുന്നു. റിസർവ് ബാങ്ക്, ലോക ബാങ്ക് എന്നിവയാണ് നബാർഡിന് വേണ്ടിയുള്ള ധനസഹായം നൽകിക്കൊടുക്കുന്നത്. 100 കോടി രൂപയിൽ മൂലധനത്തിൽ തുടങ്ങിയ നബാർഡിന് ഇന്നിപ്പോൾ പ്രവർത്തന മൂലധനം ഏകദേശം 2000 കോടി രൂപയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കാണ്. ഫിനാൻഷ്യൽ ഇന്റർമീഡിയൻ കൂടിയാണ് നബാർഡ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നബാർഡിനെ കുറിച്ച് അത്യാവശ്യം വേണ്ട കീ പോയിന്റുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇതേപോലെയുള്ള ടോപ്പിക്സ് ഒക്കെ വേണമെങ്കിൽ ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാനും, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസ് അന്നേരം തന്നെ ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻസ് കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.